ഓം ശാന്തി. മാർച്ച് 8 മഹിളാ ദിനത്തോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഒരു നല്ല സങ്കല്പം, പ്രത്യേകിച്ചും മഹിളകളായ നമ്മളെല്ലാവരും, ആരൊക്കെ സ്ത്രീകളായി ജനിച്ചിട്ടുണ്ടോ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, നമുക്കെല്ലാവർക്കും ഒരു ശുഭസങ്കല്പം എടുക്കാം. സ്ത്രീകൾക്ക് ഒരു വിനയാകാതിരിക്കട്ടെ. നമ്മൾ കാരണം സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ദുഃഖം കൊടുക്കാതിരിക്കുക, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ഉപദ്രവമാക്കാതിരിക്കുക, സ്ത്രീകൾ തന്നെ സ്ത്രീകളെ വഞ്ചിക്കാതിരിക്കുക, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് കഷ്ടം കൊടുക്കാതിരിക്കുക. ഇത്രയും നമ്മൾ ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ആ മാറ്റം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം. കാരണം ഇന്ന് നമ്മൾ പ്രശ്നങ്ങൾ പരീക്ഷിക്കുമ്പോൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും കുടുംബ പ്രശ്നങ്ങളിലൊക്കെ, ഓഫീസ് പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ വിഷമിക്കുന്നതിൽ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്കുണ്ട്, ഇല്ലേ? വീടുകളിൽ തന്നെ നോക്കൂ. ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹിതയായി, കുട്ടികളില്ല, ഏറ്റവും കൂടുതൽ കുട്ടികളായില്ലേ ഇത് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നത്, ഏതോ ഒരു പാപം ചെയ്തതുപോലെ, ഒരു പാപിയുടെ കണ്ണിൽ അവരെ കൂടുതൽ കാണുന്നത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരാരും ചോദിക്കാറില്ല, അല്ലേ? അവരതിനൊരു വിഷയമാക്കാറുമില്ല. കൂടുതലും കുത്തുവാക്കുകൾ പറയുന്നതും വേദനിപ്പിക്കുന്നത് പോലെ പെരുമാറുന്നതും, ബാക്കി കുടുംബ ഫംഗ്ഷനുകളിലാണെങ്കിലും മറ്റും അവരെ ഒറ്റപ്പെടുത്തുന്നതും മോശമായ കണ്ണിൽ കാണുന്നതുമൊക്കെ സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം. ആർക്കെങ്കിലും കുട്ടികളില്ല എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ പോലും പാടില്ല, ഉണ്ടോ? ഒരു കുടുംബമായി കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഇനി അവർക്ക് കുട്ടികളായില്ല എന്നുള്ളതെങ്കിലും അത് അവരുടെ ഓൾറെഡി ഒരു പ്രശ്നമാണ്, അവരുടെ ശാരീരിക പ്രശ്നമാണ്, അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ്. അപ്പം അവർക്കതൊരു വിഷയമായിട്ടൊരു വിഷമമായിട്ടിരിക്കുകയാണ്. അവർക്ക് വിഷമത്തിലിരിക്കുമ്പോൾ പിന്നെയും പോയിട്ട് നമ്മൾ മുറിവിൻ്റെ മേലെ കുത്തുന്നത് പോലെയാണ് അവരോട് ആയില്ലേ എന്ന് ചോദിക്കുന്നതും, ഇല്ലെങ്കിൽ കളിയാക്കുന്നതും വിമർശിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് വ്രണത്തിൽ കുത്തുന്നത് പോലെയുള്ള കുത്തുവാക്കുകൾ അങ്ങനെയുള്ളവരോട് പറയാതിരുന്നാൽ തന്നെ ഒരു വലിയ എംപവർമെൻ്റാണ്, അല്ലേ? ഇതിലും വലിയ നാരീ ശക്തീകരണം എന്താണ്? നാരികൾ തന്നെ, നമ്മൾ സ്ത്രീകൾ, അമ്മമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ പെൺകുട്ടികളെ വേദനിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ രണ്ടാമത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമുക്ക് പെൺകുട്ടികളാകുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ശാരീരിക ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതിലൂടെ മാസമുറ കാര്യങ്ങളുണ്ടാവും, മെൻസസ് ടൈം ഉണ്ടാവും. ആ സമയത്ത് ശാരീരികവും മാനസികമായ ഒരു സമ്മർദ്ദം പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ശരീരത്തിലെ ടോട്ടൽ ബയോളജിക്കൽ സിസ്റ്റം ചേഞ്ച് ആക്കുകയാണ്. ആ സമയത്തും പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നതിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാരാണ് മുൻകൈ എടുക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, മാസമുറ ടൈമാണെങ്കിലും മെനോപാസിലൂടെ കടന്നു പോകുന്ന ടൈമാണെങ്കിലും, മെനോപാസിൻ്റെ കാലഘട്ടത്തിൽ ഒരു 4-5 വർഷത്തോളം പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർക്ക് നല്ല കഷ്ടത്തിൻ്റെ ഒരു ടൈമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികമായിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, സഹയോഗം കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, പെട്ടെന്ന് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും. അപ്പം നമ്മൾ തിരിച്ചറിയുക, പുരുഷന്മാരാണെങ്കിലും തിരിച്ചറിയുക, ഇവരുടെ മെനോപാസിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കാരണം ഇവർക്ക് കുറച്ച് ഇമോഷണൽ കൺട്രോള് പോയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരോട് അല്പം ക്ഷമിക്കാനും അവരെ സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിഞ്ഞാൽ അനേക കുടുംബ പോരുകൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മാസമുറ ടൈമിലും ഇതേപോലൊരു സഹയോഗം നമ്മൾ ലേഡീസിന് കൊടുക്കുക. പ്രത്യേകിച്ചും അമ്മമാർ, വീടുകളിലുള്ള സ്ത്രീകൾ, മുതിർന്നവരൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ആ മാസമുറ ടൈമിൽ ഇപ്പോഴും ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം നോക്കൂ, ആ സമയത്ത് ഉപയോഗിക്കാനുള്ള നല്ല രീതിയിലുള്ള പാഡുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. തുണികളൊക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ ലീക്കേജൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ബെഡിൽ കിടക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ കാരണം അല്ലാതെ അതൊരു പാപമോ ഒരു ദോഷമോ അല്ല. അവർക്ക് ആ സമയത്ത് ശാരീരികമായിട്ട് വയ്യാതിരിക്കുകയല്ലേ. ഇപ്പം ഇത്രയും നല്ല സംവിധാനങ്ങളൊക്കെ സുരക്ഷിതത്വത്തിനുള്ളതുള്ളപ്പോൾ അവർ കട്ടിലിൽ കിടക്കുന്നതോ ബെഡിൽ കിടക്കുന്നതിനോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകരുത്. പിന്നെ അയ്യോ അടുക്കളയിൽ കയറിയോ, അടുക്കളയിൽ കയറരുത്,
യഥാർത്ഥത്തിൽ ആ സമയത്ത് അവർക്കൊരു ശാരീരിക റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി നമ്മളതൊരു പാപകർമ്മമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ചില വീടുകളിൽ ധാരാളം പേര് ഫോൺ ചെയ്ത് പറയാറുണ്ട്, സിസ്റ്ററെ, കുടുംബത്തിലുള്ള അമ്മയും അമ്മായിയമ്മയും നാത്തൂന്മാരും തന്നെ ഇങ്ങനെയുള്ള സമയത്ത് വളരെയധികം കൊത്തി വേദനിപ്പിക്കാറുണ്ട്. ഓൾറെഡി വയ്യാതിരിക്കുന്ന ഒരു ടൈം, ആ സമയത്ത് വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും, അമ്മമാര് ലേഡീസ് തന്നെ ലേഡീസിനെ മെൻസസ് ടൈമിൽ അതിൻ്റെ പേരിൽ ഒരു മോശക്കണ്ണിൽ കാണുകയും ഒരു ദോഷകാരിയായി കാണുകയും വളരെ കുത്തുവാക്കുകളും പേടിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള പ്രവൃത്തി യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് നമുക്ക് കൊയ്തെടുക്കേണ്ടി വരും. നമ്മൾ ഇന്ന് കൊടുത്താൽ നാളെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ മറക്കരുത്. അപ്പോൾ അത് കാരണം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ലക്ഷ്യം വയ്ക്കൂ. ഈ മഹിളാ ദിനത്തോടനുബന്ധിച്ചെങ്കിലും അമ്മമാര്, സ്ത്രീകള്, നമ്മൾ തന്നെ നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾ, അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും നമ്മുടെ കൂടെ, നമ്മുടെ അതേ തരക്കാരല്ലേ, അവർക്ക് വേദന കൊടുക്കാതിരിക്കുക എന്ന് തീരുമാനം എടുത്താൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ മാറ്റം ഉണ്ടാവില്ലേ? ഫാമിലിയിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീധന പ്രശ്നം, സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും അക്രമങ്ങളും ഒക്കെ നമ്മൾ ഡെയിലി ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴിവാക്കുന്നതിലും സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. എന്താ പങ്ക്? കാരണം ഒരു വീട്ടിൽ സ്ത്രീധന പോര് ഒരിക്കലും ഒരു പുരുഷൻ മിക്കവാറും തുടങ്ങില്ല. മിക്കവാറും അമ്മായിയമ്മയും നാത്തൂന്മാരായിരിക്കും ആ വിഷയം എടുത്തിടണം. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലൊരു സഹോദരിയാണ് വന്നിരിക്കുന്നത്. ശരി, അവരുടെ വീട്ടിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ പൈസ കൊടുത്തില്ല, കിട്ടിയില്ല, അതിൻ്റെ പേരിൽ നമ്മളെപ്പോലെയുള്ള ഒരു സഹോദരിയെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ പെൺകുട്ടികളെ ഇതേപോലെ നമ്മൾ അന്യ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവർക്ക് വേദന കൊടുത്താൽ നാളെ തീർച്ചയായിട്ടും അവർക്കും കിട്ടില്ലേ? ഇന്ന് നമുക്ക് പെൺകുട്ടികളില്ല, ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നാളെ നമുക്കൊരു പേരക്കുട്ടി ഉണ്ടാകാം അല്ലേ? അപ്പോൾ നമ്മൾ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് എപ്പോഴും ഓർമ്മ വരണം, കൊടുത്താൽ കിട്ടും, കൊടുക്കുന്നത് പലിശ സഹിതം കിട്ടും. അപ്പം അതുകൊണ്ട് സ്ത്രീ പീഡനങ്ങളിലും സ്ത്രീധന പേരിലും അക്രമങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒഴിവാക്കുന്നതില്ലേ, തീർച്ചയായും നമുക്ക് അമ്മമാർക്ക്, സഹോദരിമാർക്ക് അമ്മായിയമ്മ പോര് അവസാനിപ്പിച്ച്, നാത്തൂൻ പോര് അവസാനിപ്പിച്ച്, നമുക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നവരോടൊപ്പം നമ്മുടെ മോളെ പോലെ പെരുമാറാൻ നമുക്ക് കഴിഞ്ഞാൽ, കാരണം അതൊരു മോളല്ലേ, അതൊരു വീട്ടിൽ മോളായിട്ട് ജനിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ, ഇത്രയും നമ്മൾ വിചാരിച്ചാൽ മതി. ഒരു പെൺകുട്ടി, ആൺകുട്ടികൾക്ക് നോക്കൂ കല്യാണശേഷം മാറിപ്പോണ്ട, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്യ വീട്ടിൽ നിന്ന് അതുവരെ കാണാത്തൊരു ഫാമിലിയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ വീട്ടിലുള്ള അമ്മമാരും നാത്തൂന്മാരും നമ്മുടെ കടമ എന്താണ്? ഒരു ചെടി നമ്മൾ പറിച്ചു നടും പോലെയാണ്. ഒരു സ്ഥലത്ത് വളർത്തിയെടുത്തതിനെ പറിച്ചു നടുമ്പോൾ, അതും ചെറിയ തൈ പറിച്ചു വെക്കുമ്പോൾ അതിനെ വളർത്തിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ 10, 20, 25 വയസ്സായതിനു ശേഷം ഒരു ചെടിയെ മാറ്റി നടുന്നത് പോലെയാണ് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരണേ. അപ്പം ആ സമയത്ത് നമ്മൾ കുടുംബത്തിലുള്ള സ്ത്രീകളെല്ലാവരും അവർക്കൊരു സപ്പോർട്ട്, സഹയോഗം കൊടുത്താൽ ആ പറിച്ചു വെച്ച വീട്ടിൽ ആ ചെടി വളരാൻ വളരെയധികം അവർക്ക് സഹയോഗമാണ്, ഉപകാരമാണ്. അതിലൂടെ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം കിട്ടും. അപ്പം നമ്മളും നാളെ പ്രായമാകുകയാണ്. ചിലപ്പോൾ ഈ മരുമോളായിരിക്കും നാളെ നമുക്ക് ഉണ്ടാകുള്ളൂ വെള്ളം തരാൻ, നമ്മളെ സഹായിക്കാൻ. അപ്പം നമ്മൾക്ക് വയ്യാതാകുമ്പോൾ അവർക്ക് സ്നേഹത്തോടെ നമ്മളെ നോക്കണം തോന്നണമെങ്കിൽ അവർ കയറി വന്ന സമയത്ത് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറിയേ, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ വനിതാ ദിനം നമുക്കെല്ലാവർക്കും ഈ ശുഭസങ്കല്പം എടുക്കാം. എന്തായാലും ശരീരം കൊണ്ട് നമ്മളെല്ലാവരും സ്ത്രീകളായി ജനിച്ചവരല്ലേ. സ്ത്രീ പുരുഷ വേഷം ശരീരത്തിൽ മാത്രമാണ് വ്യത്യാസം, എല്ലാ ശരീരത്തിനുള്ളിലും നമ്മൾ ആത്മസ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ഏത് പെൺകുട്ടികൾ, അത് മരുമകളായാലും മോളായാലും മോനായാലും മരുമോനായാലും എല്ലാവരെയും ഇരുപുരിക മധ്യത്തിലിരിക്കുന്ന ആത്മസ്വരൂപങ്ങളായി കാണാനും ആത്മീയമായൊരു സ്നേഹത്തോടു കൂടി മര്യാദയോടു കൂടി എല്ലാവരോടും പെരുമാറാനുമുള്ള ഒരു തീരുമാനം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും പെൺകുട്ടികളായ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം എടുക്കാം. ഇതാകട്ടെ മഹിളാ ദിനത്തിലെ ഒരു പുതിയ മാറ്റം. ഓം ശാന്തി.